പാണക്കാട് സ്വാദിഖലി തങ്ങളുടെ മേൽക്കോയ്മ അംഗീകരിക്കാത്ത സമസ്തയിലെ വിഭാഗത്തിനെതിരെ കടുത്ത നീക്കമാണ് മറുപക്ഷത്തു നിന്നുണ്ടാകുന്നത്. സമസ്തയുടെ സുപ്രധാന സ്ഥാപനമായ പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ നിന്ന് സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കളെ ഒഴിവാക്കി. SYS സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ, മുസ്തഫ മുണ്ടുപാറ, റഷീദ് ഫൈസി വെള്ളായിക്കോട് തുടങ്ങിയവരാണ് വെട്ടിനിരത്തപ്പെട്ടവർ. ഇതിനെതിരെ SYS SKSSF കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധം ശക്തമാണ്. ഇതുകൊണ്ട് അവസാനിച്ചില്ല. തന്നെ അംഗീകരിക്കുന്ന മഹല്ല് കമ്മിറ്റികളുടെ യോഗം വിളിച്ചു ചേർത്ത് അസാധാരണമായ നീക്കവും നടത്തി പാണക്കാട് സ്വാദിഖലി തങ്ങൾ. കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിലാണ് യോഗം നടന്നത്. പാണക്കാട് കേന്ദ്രീകരിച്ച് കാസി ഭവൻ നിർമ്മിക്കാനാണ് തീരുമാനം. മഹല്ലുകളുടെ വിപുലമായ സംഗമം ഫെബ്രുവരി 27-ന് കോഴിക്കോട് നടത്താനും തീരുമാനിച്ചു. ഇതിനായി സ്വാദിഖലി തങ്ങളെ പിന്തുണക്കുന്ന സമസ്തയിലെ പ്രധാന നേതാക്കളെ ഉൾപ്പെടുത്തി കമ്മിറ്റിയുണ്ടാക്കി. സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയെ നേരിടാൻ താഴെത്തട്ടിലും നീക്കങ്ങൾ ശക്തമാണ്. ഇന്നലെ മുക്കം മുരിങ്ങമ്പുറായിൽ ജിഫ്രി തങ്ങൾ പങ്കെടുത്ത SKSSF പരിപാടിക്ക് മഹല്ല് കമ്മിറ്റി വിലക്കേർപ്പെടുത്തി. പാണക്കാട് കുടുംബത്തെ ക്ഷണിക്കാത്ത പരിപാടിക്ക് അനുമതി നൽകാനാവില്ലെന്നാണ് ലീഗ് സ്വാധീനമുള്ള പള്ളി കമ്മിറ്റി നിലപാടെടുത്തത്. ജിഫ്രി തങ്ങളെ മുന്നിൽ നിർത്തി പാണക്കാട് കുടുംബത്തിന്റെ മേൽക്കോയ്മ ചോദ്യം ചെയ്ത സമസ്തയിലെ വിഭാഗത്തെ ശക്തമായി നേരിടാനാണ് സ്വാദിഖലി തങ്ങളുടെ തീരുമാനം. ഇതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് മറുപക്ഷം മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.